അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറും കൂടി തരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ഹായ് ഹലോ, ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളുള്ളത് കാലിക്കറ്റാണ് കേട്ടോ. കാലിക്കറ്റ് ഇതാ ഈ ഒരു മാവ് നമ്മൾ മുറിക്കാൻ പോവുകയാണ്. എന്നാൽ മുറിച്ച് നശിപ്പിക്കുക എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമുക്കിതാ കായ്ക്കാത്തതായിട്ടുള്ള മാവ്, പ്ലാവ് അങ്ങനത്തെ ഫ്രൂട്ട് തൈകൾ ഏതാണെങ്കിലും 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഒരു ബാർക്ക് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ടോപ്പ് വർക്കിംഗ് എന്നാണ് ഈ ഒരു മെത്തേഡിന് മൊത്തത്തിൽ പറയാം. ടോപ്പിൽ ഉള്ള പണി മലയാളത്തിൽ, അതായത് അടിഭാഗം നിലനിർത്തിയിട്ട് മോൾ ഭാഗം കണ്ട് മാറ്റുക. ഇതിൽ കെമിക്കലോ കാര്യങ്ങളോ ഉള്ള പരിപാടിയില്ല. ഇപ്പൊ നമ്മള് ഇത് നാസിക് പസന്ത് എന്ന് പറഞ്ഞ ഒരു ഇനം വാങ്ങിയാണ്. ഒരു ഗുണനിലവാരമില്ല. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് മൊത്തമായിട്ട് വെട്ടിക്കളയാ. മാവിലൊരു ഓർണമെന്റൽ പ്ലാന്റ് മാതിരി വളർന്നു പോകുന്നൊരു ചെടിയാണ്. വളരെ നല്ല പോലെ പുഴുക്കേടുണ്ട്. സത്യം പറഞ്ഞാൽ അതല്ലാത്ത ഒരുപാട് നല്ല മാവിനങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ ഉണ്ട്. ആ ഇനങ്ങളിലേക്ക് ഇതിനെ തരം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നല്ല, നമുക്കിതിൽ പല ഇനങ്ങൾ, ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു മാവുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പല കളറിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സമയത്ത് കായ്ക്കുന്ന മാവുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രഞ്ജിത്തിനായിട്ട് ഒരുപാട് കാലമായിട്ട് ടച്ചിലുണ്ട്. നമ്മളെ ഒരു ചാനൽ തന്നെ ട്രോപ്പിക്കൽ ഇൻഫോ, പിന്നെ പുള്ളിയുടെ ഗ്രാഫ്റ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ 2 ചാനൽ ഒരുപാട് ഈ ഗ്രാഫ്റ്റിങ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ബിഡ്സും അതേപോലെ ടേസ്റ്റും കാര്യങ്ങളും റിവ്യൂസും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇവരെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഡിസ്പ്ലേയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു ചാനൽ, ഇത്രയും റീച്ചുള്ളൊരു ചാനൽ നമ്മളിത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒന്ന് ഡിലേ ചെയ്യിപ്പിച്ചാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു റിസൾട്ടും കൂടി നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് തളിര് വന്നത് എന്നുള്ളതല്ല, കുറച്ചും കൂടി ഗ്രോ വെച്ചിട്ടുള്ള ഒരു അപ്ഡേഷനും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുത്തുന്നുണ്ട്. ആഴ്ച മാവുകൾ വരെ അതിലുണ്ട്. ഇപ്പോൾ വീണ്ടും വൺസ് അഗൈൻ ഫ്ലവറിംഗ് ടൈം ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് മറ്റൊരു ഇതിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ ഒരു 1.5 വർഷം മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം എല്ലാവരും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാർ ഗ്രാഫ്റ്റിംഗ് വീഡിയോ പല ചാനലിലൂടെ ചെയ്തു തുടങ്ങി. അത് നമുക്ക് സന്തോഷമുണ്ട്, കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. പക്ഷേ ഇതിന് കുറേ പ്ലസ് ആൻഡ് മൈനസുകൾ ഉണ്ട്. ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് മുതൽ ഇതിന്റെ പ്രൂണിങ്, ഇതിന്റെ മെയിനായിട്ട് പിന്നെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ആദ്യം ബെനിഫിറ്റ് ചോദിക്കാം, പിന്നെ അതിന്റെ പേഷൻ ഡ്രോബാക്ക് ചോദിക്കാം. ബെനിഫിറ്റ്, ഇത് ഇപ്പോൾ ഇത്രയും വലിയൊരു മാവുന്നത് ഇത് നല്ലൊരു റൂട്ട് സിസ്റ്റമാണ്. ഇതിലേക്ക് നമ്മൾ സയൻസ് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടുള്ള സയോൺസ് ആണെങ്കിൽ അടുത്ത വർഷം തന്നെ കായ്ക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ഈ റൂട്ട്സ് അത്രയും പഴക്കമുണ്ട്, അതുമ്മ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും, സ്പീഡായിരിക്കും. നല്ല ഇപ്പോൾ കാറ്റിമോൺമാരിലുള്ള വെറൈറ്റികളൊക്കെ അടുത്ത വർഷം തന്നെ കായ്ച്ചു കൊടുക്കും. ഓക്കെ. നമ്മുടെ കാറ്റിമോണൊക്കെ കാഴ്ച കഴിഞ്ഞ വർഷം ഒരു വിത്തിൻ 1 ഇയർ. പക്ഷെ അതിൽ ലേറ്റ് ആയിട്ട് വരുന്ന വെറൈറ്റി അതിന്റെ ക്വാളിറ്റിയെ കാണിക്കും. അവർ ലേറ്റ് ആയിട്ട് തന്നെ കായ്ക്കും. 2 വർഷം കൊണ്ട് എന്തായാലും കായ്ക്കും ഒരുവിധം. ഞാൻ ബേസിക്കലി 3 വർഷം എന്നാ പറയാറ്, കാരണം ഫസ്റ്റ് ഇയർ പ്രൂണിങ്, പിന്നെ അതേപോലെ നമ്മൾ ആ കെയറിങ്ങും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വെയിലും അതേപോലെ വെള്ളത്തിന്റെ എന്തെങ്കിലും വ്യത്യാസം തന്നെ കണ്ടല്ലോ. ഈ പരിസരത്തുള്ള മറ്റു മരങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കി കാലിയായിട്ട് കിടക്കണം. കാരണം ഈ ഇങ്ങനത്തെ 1-2 മാവിനെയും മറ്റ് ലോങ്ങൻ നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യാൻ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ അതിൽ ഇനി ഷൂട്ട് വന്നിട്ട് ചെയ്യും. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ബാർക്ക് ചെയ്യും. പലതിനും പല ടെക്നിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ സെക്കൻഡ്ലി എന്ന് പറഞ്ഞാൽ ഒരു മാവത്തിന് വലിയ പല ഇനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലപരിമിതി എന്നുള്ള പ്രശ്നം നേരിടുന്നവർക്ക് കൂടുതൽ വെറൈറ്റി വേണം എന്നുള്ളവർക്ക് ഇത് സത്യം പറഞ്ഞ ഒരു ക്രേസും കൂടിയാണ്. നല്ലൊരു ക്രേസ് ഉണ്ടെങ്കിലാണ് ഇത് കൊണ്ടു നടക്കാനും കൂടി പറ്റുള്ളൂ. 3-4 വെറൈറ്റി ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വലിയ റൂട്ട് സ്റ്റോക്കാണ്. പെട്ടെന്ന് വളർച്ചയുണ്ടാവും, പെട്ടെന്ന് കായ്ക്കാനുള്ള ടെൻഡൻസി കാണും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് കെയർ വേണം. തുടക്കത്തിൽ ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് ഫംഗിസൈഡ് കൊടുത്ത് ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഇതിന് സ്റ്റെം ബോർഡറൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മൾ കുറച്ച് മാവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മളതിൻ്റെ തുടക്ക സമയത്ത്. അതെ, എല്ലാവരും പോസിറ്റീവ് വശം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. നെഗറ്റീവ് എന്തായാലും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് സ്വാഭാവികമാണ് കേട്ടോ. നെഗറ്റീവിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കുറേ മെഡിസിൻസ് നമ്മൾ ഇതിന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില മെഡിസിൻസ് നെഗറ്റീവ് എഫക്റ്റ് ആണ് പ്ലാന്റിന് ഉണ്ടാക്കുന്നത്. അങ്ങനെയും കൂടെ ഉണ്ട്. എല്ലാ പെസ്റ്റിസൈഡ് എടുത്ത് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റ്ലി നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നുണ്ട്, കാരണം എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ റബ്ബർ കോട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ, റബ്ബർ കോട്ടിൻ്റെ നമ്മൾ തുടക്കത്തിൽ ആ ഒരു ഷോർട്സിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. റബ്ബർ കോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഷോർട്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തേൽ കാണിക്കുന്നുണ്ട്. അതെ, ഈ വാക്സിൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ഈ ഒരു മെത്തേഡ്സ് മുന്നേ ആൾക്കാർ പലരും ചെയ്തിട്ടുണ്ട്. നമ്മളും മറ്റുള്ള കണ്ട് ചെയ്താണെങ്കിലും ഇവിടെ കോമൺലി ആളുകൾ ചെയ്തു തുടങ്ങിയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്സ് കാണിക്കുക. എല്ലാവരും ചെയ്യട്ടെ. പിന്നെ ഇതൊരു തൊഴിലും കൂടെയാണ്, തൊഴിലായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണിത്. ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം.
പക്ഷേ ഇതിൽ പ്രൊഫഷണലാണ്, വെറുതെ എങ്ങനെയെങ്കിലും ചെയ്ത് പോയിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് നാളെ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു മാവ് കട്ട് ചെയ്യാൻ നിൽക്കണ്ടാലും കാര്യം ഇത് അത്യാവശ്യം റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, കാരണം അത്യാവശ്യം ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമാണ് നമ്മൾ പറഞ്ഞൊരു റിസൾട്ടിലേക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സയോൺ കളക്ട് ചെയ്യുന്നത് മുതൽ ഇത് ചെയ്യുന്നത് വരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സയൻ എടുക്കുന്ന രീതിയാണ് നമ്മൾ കഴിവതും, പ്രത്യേകിച്ച് ബാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു കട്ടിയും കനമുള്ള സയൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിപ്പോൾ കാലാപ്പാടിയുടെ സയനാണ് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് മെച്യൂർ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിന് ഇത് വന്നിട്ടുണ്ട്, ബഡ് വന്നിട്ടുണ്ട്. ബഡ് കണ്ടോ, ബഡ് ആക്റ്റീവാണ്, കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഈ ബഡ് ഇത് ഡാമേജ് ഇല്ലാതെ മുറിക്കണം, അല്ലെങ്കിൽ കത്തിയേറ്റ് ചെത്തിക്കളയണം. അതിനൊരു പ്രാക്ടീസാണ്. ഓക്കെ, ബഡിന് ഡാമേജ് വരരുത്. ഇതൊക്കെയാണ് ആക്റ്റീവായി കിടക്കുന്നത്. ഇവരാണ് ഈ പുതിയ പുതിയ ഇലകളായിട്ട് ഇവരെ മിക്കവാറും ഈ സമയത്ത് ചെയ്യുന്നതൊക്കെ ഫ്ലവറായി വരാൻ സാധ്യതയുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പിലും ബഡ് ഉണ്ടാവും. ഉണ്ടോ, ഇവിടെയൊക്കെ ബഡ് ഉണ്ട്. വളരെ ടെൻഡറായിട്ടുള്ള കമ്പുകൾ എടുക്കരുത്. കുറച്ചൊരു ഇതുപോലെ നല്ല ആക്റ്റീവായിരിക്കുന്ന, വളരെ മൂത്തതും എടുക്കരുത്. ഇങ്ങനത്തെ കമ്പുകളായിരിക്കും വളരെയധികം പിടിക്കാൻ സാധ്യത. വളരെ ടെൻഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന സയോൺസിൽ ഇതൊക്കെ വളരെ ടെൻഡറാണ്. ഓക്കെ, ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഈ നമ്മൾ തളിര് എന്ന് പറയുന്നത് തളിരിൻ്റെ ഇപ്പോൾ ഇതിനൊക്കെ കണ്ടോ, മൂപ്പ് കുറവാണ്. ബഡ് ഉണ്ട്, പക്ഷേ മൂപ്പ് കുറവാണ്. ഇതൊരു മരത്തിലൊരു 2 ആഴ്ചയോളം സർവൈവ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അത് കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഇതുപോലത്തെ കുറച്ച് സോളിഡ് ആയിട്ടുള്ള സയൻ എടുക്കുക. കാലാപ്പാടിയുടെ കമ്പുകളാണ് ഇപ്പോൾ സയനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഒറ്റ വെറൈറ്റി എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര വെറൈറ്റിയും ചെയ്യാം. അപ്പോൾ ഇത് മുളച്ചു വന്നാൽ അതിലും ഇതിപ്പോൾ നമുക്ക് കുറേ വെറൈറ്റി ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രോത്തിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഗ്രോത്ത് കുറഞ്ഞ കാലാപ്പാടി, ആസിഡ് പസന്ത്, ഹിമാ പസന്ത്, ആ കാറ്റഗറി വരുന്ന ഗ്രോത്ത് റേറ്റ് വരുന്ന സാധനം മാത്രമേ ഇപ്പോൾ ഇതിൽ ചെയ്യുള്ളൂ. കാരണം ഇതിൽ ഇപ്പോൾ നാംഡോക്മായി ഇതിൻ്റെ കൂടെ ഇട്ടാൽ നാംഡോക്മായി പറഞ്ഞു കയറും. അത് നമ്മൾ ആ സയൻ എടുക്കുമ്പോഴും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഗ്രോത്ത് ഉള്ളതൊക്കെ ആദ്യം കയറിപ്പോവും, ഡോമിനൻസി കാണിക്കും അവർ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ ഒരു പാറ്റേണിലുള്ള സെയിം ഗ്രോത്ത് ഉള്ളത് ഒരേപോലെ വെക്കുകയാണെങ്കിൽ റിസൾട്ട് ഒരേപോലെ വന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ നാംഡോക്മായി, മഹാച്ചാനു, ബനാന, മറ്റേ ചങ്ങിങ് ചക്കാപ്പത്ത്, ഈ പറയുന്ന അങ്ങനത്തെ ഒരേ സെയിം ഗ്രോത്ത് പാറ്റേണുള്ള ഇനങ്ങൾ വെച്ച് അവർ ഒരേപോലെ വളർത്തി കയറും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡൗൺ ആവുക പോവുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് നോളജ് കൂടെ ഇതിന് വേണം. ഇത് ചുമ്മാ ചെയ്തു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. തുടക്കത്തിൽ ഒരു കൗതുകത്തിന് 10 വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ് പോകുന്നല്ലാതെ ലേറ്റ്ലി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് ആരും കാണിക്കുന്നില്ല. പിന്നെ ഇതിനെങ്ങനെ പ്രൂൺ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്താലോ, കഥ പറയുന്നത് നമുക്കിത് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തിൻ സെക്കൻഡ് കട്ട് ചെയ്തെടുക്കല്ലേ? കഴിഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും വെട്ടി നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഇതേപോലെ തീരാവുന്നൊരു പ്രശ്നമുള്ളൂ അല്ലേ? ഇപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് കൂടെ ആത്തി കട്ട് ചെയ്താൽ നല്ലൊരു ക്ലീൻ കട്ട് കിട്ടും. കറക്റ്റായിട്ട് കട്ടായിട്ടില്ല, വളരെ ക്ലീൻ കട്ടല്ലേ. അപ്പോൾ ഈ കട്ട് വളരെ ക്ലീൻ ആയിരിക്കുക എന്നുള്ളത് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇനിയിപ്പോൾ വല്ലാണ്ട് എന്തുണ്ടാവില്ല അറിയോ, ഫൈബേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചെത്തി ക്ലീൻ ചെയ്യാം. പിന്നെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത് കളയാം. ഓക്കെ, ഉണ്ടോ ഇവിടെ ആ ചെറിയ ചെറിയ രോമങ്ങൾ പോലത്തെ ഇതൊക്കെ പോയില്ലേ, സൈഡിൽ നിന്നൊക്കെ പൊടികളൊക്കെ ഒന്ന് തൂത്ത് കളയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫംഗിസൈഡാണ്. ഇതൊരു സിസ്റ്റമിക് ഫംഗിസൈഡാണ്. പ്ലാന്റിവോ എന്ന് പറയുന്ന അത്യാവശ്യം ലാസ്റ്റിങ് കിട്ടുന്ന
ഇതിപ്പോൾ നമ്മളെ സാഫാണ് സാധാരണ നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. സാഫ് നമ്മൾ പാരസെറ്റമോൾ പോലെയാണ്, ഇത് കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണല്ലേ. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി, നമ്മുടെ സൗകര്യം പോലെ. അപ്പോൾ ഇതാ ജസ്റ്റ് ഇതിൻ്റെ ടോപ്പിലൊന്ന് അപ്ലൈ ചെയ്താൽ മതി. കുറച്ച് അൺപ്ലാൻഡ് ആയതുകൊണ്ട് നമ്മൾ ടൂൾസ് ഒന്നും എടുത്തിട്ടില്ല. ഒക്കെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ളപ്പോൾ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. എന്ത് നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം. ഓക്കെ, കയ്യിലാവാതെ നമുക്ക് കഴിയുന്നു. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുന്നല്ലേ. അതിലേക്ക് വരുന്നത് മെയിൻ കിടക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിച്ച പോലെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ബാർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഈ സാപ്പ് ഈ കറ വരുന്ന ഈ ഭാഗത ഈ തൊലിയുടെയും ഇടയ്ക്ക് വരുന്ന പാട്ടാണ് കാമ്പിയം. അപ്പോൾ ഇതിനാണ് ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്കിനും ഈ ഹാർഡ് വുഡിനും ഇടയിൽ വരുന്ന ഈ ഭാഗം മൊത്തം ഇതിൽ കാമ്പിയമാണ്. ഇതിൻ്റെ എവിടെ കമ്പ് വെച്ചാലും കമ്പ് പിടിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ സേഫായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാർക്കിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈയും കാലും പണിയാവാതെ ആണോ. നമ്മളിതുപോലെ ജസ്റ്റ് ഇങ്ങനെ തിക്കിയെടുക്കുന്നതാണ് എപ്പോഴും. ഇപ്പോൾ ഇതിൻ്റെ ക്യാമ്പ് എവിടെ നിന്ന് മനസ്സിലായോ? ഓ യെസ്, എവിടെ ഈ ഒരു പോർഷൻ കണ്ട് തള്ളി നിൽക്കുന്നതല്ലേ. ആ, ഇതിൻ്റെ ക്യാമ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ സയൺ ഇറക്കി വെച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ, അതിലാണ് സക്സസ്. അപ്പോൾ ഈ ഇന്നർ പാർട്ടാണ് ക്യാമ്പിയം. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ എത്ര 3 കമ്പല്ലേ വെക്കുന്നത്, ഇത് അപ്പുറത്തും ഒരു ലൈന്. ഇത് സ്ക്രൂ ഡ്രൈവറായിട്ട് തിക്കിയെടുക്കാം, പക്ഷെ കഴിവതും ഇങ്ങനെ തിക്കിയെടുക്കുന്നത് ആണ് ഉത്തമം. കാരണം അതിൻ്റെ ക്യാമ്പിയത്തിന് ഡാമേജ് വരില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോലെയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് സയോണ് സെറ്റ് ചെയ്യണല്ലേ. സയോണ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കമ്പുകളൊക്കെ ഇതിൽ വെക്കാം. ഓക്കെ, നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡാണ് നമ്മൾ ഇനി ചെക്കുക. വൺ സൈഡ് ഇതാ, ഒറ്റ സൈഡ്. ഓക്കെ, ഒരു സൈഡ് ചെത്തി. മതി കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാമ്പിയം എന്ന് പറയുന്നത് എവിടെയെന്ന് മനസ്സിലായോ? ഈ കാണുന്ന ഭാഗം ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമ്പിയം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ ഇതിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്യാമ്പിയം ഇവിടെ വരുന്ന ക്യാമ്പിയം ഇങ്ങനെ മാച്ച് ആക്കി വെക്കുക ചെയ്യാം റൂട്ട് സ്റ്റോക്കിൽ. ഇതിൽ പ്രശ്നമില്ല, ഇതിൻ്റെ ചുറ്റുപുറം ക്യാമ്പിയം. അപ്പോൾ അത്രയും ക്യാമ്പിയം ഉണ്ടെങ്കിൽ അത്രയും സക്സസ് ആണ് ഇതിന് വരിക. അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ പരിപാടി കഴിഞ്ഞല്ലേ. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതിവിടെ ഇറക്കി വെച്ച് കൊടുത്തു. ഇനി അടുത്തത് അപ്പുറത്ത് ഇറക്കി വെച്ച് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇതിൽ ഒറ്റ വെറൈറ്റിയാണ് ചെയ്യുന്നത്. രഞ്ജിത്ത് ഇപ്പോൾ നമ്മളൊരു അൺപ്ലാൻഡ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ റിസൾട്ട് കാണിക്കാം, പല ഇനങ്ങൾ വന്നതും ഇതൊക്കെ നമുക്ക് കാണിക്കാം. ഇതിൻ്റെ വൺ സൈഡ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. സൈഡ് മതി, ഇത്ര മതി. ഇതിൽ രഞ്ജിത്ത് കാണുന്നുണ്ട്, ഇങ്ങോട്ട് അടുത്തേക്ക് വരും. ഇപ്പോൾ ഈ ഭാഗം കണ്ടോ, ക്യാമ്പിയത്തിലേക്ക് ജോയിൻ്റ് ആയിരിക്കുന്നത് കണ്ടോ. ഈ ഭാഗം ഇങ്ങനെ ക്യാമ്പിയത്തിൽ ജോയിൻ്റ് ആയി, ഇത് ഇവിടെ ക്യാമ്പിയത്തിൽ ജോയിൻ്റ് ആയി, ഇതിവിടെ ക്യാമ്പിയത്തിൽ ജോയിൻ്റ് ആയി. ഇനി ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ടേപ്പ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ടേപ്പ് അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പോ കയറോ എന്ത് വേണമെങ്കിലും ടൈറ്റായി നിൽക്കണം. എലാസ്റ്റിസിറ്റി ഉള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ചിലർ കയറ് കൊണ്ട് കെട്ടും, ഇപ്പോൾ ടേപ്പ് കൊണ്ട് കെട്ടും. എങ്ങനെയായാലും ഇതൊന്നും ഇങ്ങനെ ഇതിലേക്ക് കംപ്രസ്സായി നിന്നാൽ മതി. അപ്പോൾ കയറാണെങ്കിൽ നല്ലത്, ടേപ്പാണെങ്കിൽ നല്ല ക്വാളിറ്റി ടേപ്പാണെങ്കിൽ ഇതുപോലെ വരിഞ്ഞ് പിടിച്ചാൽ കിട്ടും എന്ന് ഗ്യാരണ്ടിയുള്ള ടേപ്പാണെങ്കിൽ അതും ഓക്കെ. അപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ രഞ്ജിത്ത് ഇവിടെ വന്ന് നോക്കിയേ, ഈ നമ്മുടെ ഇതൊക്കെ ഇവിടെ വളരെ ഫ്ലഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ. കണ്ടോ, ക്യാമ്പിയം സ്ഥലം സെറ്റായി. ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ബി വാക്സ്
ഇടും. ഇതാണ് നമ്മുടെ ബി വാക്സ് തേൻമെഴുക്. ഇത് നമ്മൾ ശകലം വെളിച്ചെണ്ണയിലിട്ട് ബോയിൽ ചെയ്തെടുത്താണെന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് തേൻ കർഷകരുടെ അടുത്തുനിന്ന് കിട്ടും. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിന് വരെ MC ഉപയോഗിക്കാൻ പറ്റുമോ, ചൂയിങ്കം ഉപയോഗിക്കാൻ പറ്റുമോ, പിന്നെ വേറെ പറയാൻ പറ്റാത്ത പലതും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്. അതൊന്നും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇത് അത്ര നമ്മൾ പറയേണ്ടത് മാത്രം ഉപയോഗിക്കാനാണ്. ഇതിവിടെ അത്ര ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ. പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഒരു വേറെ ഇതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താ? ഒന്നുമില്ലെങ്കിൽ ആമസോണിൽ വരെ നമുക്ക് വാക്സ് വാങ്ങി. ഇപ്പൊ ഇതുണ്ടോ, ആ ക്യാപ്പ് മൊത്തമായിട്ടാണ് അടഞ്ഞു അല്ലേ? ഇവിടെ ഹോളില്ല, വെള്ളം ഇറങ്ങാനുള്ള ഹോളില്ല. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സെറ്റ് ആയിട്ട് അവിടെ നിന്നു. കണ്ടോ, ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ലായി. നല്ല ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത് കാണാൻ നല്ല രസം. ഇതിൻ്റെ ഇലകളൊക്കെ വലിയ ഇലകളായിരിക്കും. കാരണം പ്ലാന്റിന് ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ, എന്താ മലയാളത്തിൽ, പ്രകാശ സംശ്ലേഷണം നടക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ ഇതിൻ്റെ വരുന്ന ഇലകൾ വലിയ ഇലകളായിരിക്കും, ഗ്രോത്ത് വലുതായിരിക്കും. ഇപ്പോൾ ഈ മാവ് രഞ്ജിത്ത് കണ്ടല്ലോ, വലിയ മാവ്, അതിപ്പോൾ നമ്മൾ വെട്ടാൻ വെച്ചേക്കുന്നതാണ്. ഇതൊരു കോമാങ്ങയാണ്, ഒരു ക്വാളിറ്റി പോരാ. അപ്പോൾ ഈ ക്വാളിറ്റി പോരാ, അല്ലെങ്കിൽ കായ്ക്കുന്നില്ല, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ കായ്ക്കുന്നു, അല്ലെങ്കിൽ പുഴുക്കേട്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ള മാവുകളാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇത് മാവ് മാത്രമല്ല, ഒരുവിധം ഫ്രൂട്ട് ഷൂട്ട് വരും. ആഫ്റ്റർ 2 months ഇതിൽ ഷൂട്ട് വരും. ആ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യും. ലോങ്ങനിൽ ബാർ ഗ്രാഫ്റ്റ് ഇത്ര സക്സസ് അല്ല, പ്ലാവിൽ ഇത്ര സക്സസ് അല്ല, റംബൂട്ടാനിൽ തീരെ സക്സസ് അല്ല. ബഡ്ഡാ ചെയ്യുക. റംബൂട്ടാനിലൊക്കെ കബ്ബ് വന്നാൽ അതിൽ ബഡ് ചെയ്യും. നമ്മളെ ജാതിയിൽ ബഡ് ചെയ്യും. തുടക്കക്കാർക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പം ചാമ്പയാണ്. ചാമ്പ നമ്മളവിടെ ഒരു മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്തു. ഇതിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കമ്പിൽ ഒരു 10 മിനിറ്റ് ഏതെങ്കിലും ഒരു ഫംഗിസൈഡിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ നമ്മൾ സിപ്പക്കോർ ഇടുക ചെയ്യുക. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്തിനാണ് നിലനിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമിഡിറ്റിയിലാണ് ഈ ഗ്രാഫ്റ്റ് തളിര് വരിക. അപ്പോൾ കവർക്ക് സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് സൈസ് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ഇതിൻ്റെ അടി കെട്ടി വെക്കാറില്ല. കാരണം എക്സസ് ആയിട്ട് വരുന്ന ഹ്യൂമിഡിറ്റി, വെള്ളം താഴെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെക്കാറേ ഉള്ളൂ. പിന്നെ ഇത് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഇതുകൊണ്ട് ടേപ്പ് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പ്രസ് ചെയ്തിട്ടാൽ മതി. ആ മെഴുകിലാണ്ട് അത്ര വലുപ്പമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊന്ന് പിടിക്കുക. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഫോളോവേഴ്സിന് ആർക്കെങ്കിലും വീട്ടിൽ ഇതേപോലെ ചെയ്യണമെങ്കിൽ, അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുക? ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. പെട്ടെന്ന് വന്ന് ചെയ്യാമെന്ന് പറയും. കാരണം ഇതിന് ടൈം നോക്കണം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മഴവെള്ളം ഇതിനകത്തേക്ക് വരില്ല, ബട്ട് സ്റ്റിൽ ഹ്യൂമിഡിറ്റി ഫോം ആവും. അപ്പോൾ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി പോകും. അപ്പോൾ തൽക്കാലം നമ്മളിതൊരു ഇതൊരു പേപ്പറിൻ്റെ അതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന്, പ്ലാസ്റ്റിക് ചാക്ക, വൈറ്റ് ചാക്ക, അരിയൊക്കെ വരുന്ന അതൊക്കെ മണ്ടയിലൂടെ ഇട്ട് കൊടുത്ത് ഒരു 2 വീക്സ് കൊണ്ട് ഇതൊരു തളിര് റിസൾട്ടിലേക്ക് വരും. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറും കൂടി തരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ഈ കാലാപ്പാടിയിലെ തൈകൾ കൊടുക്കാം. നമ്മളെ 2 ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അടിപൊളിയായിട്ടൊരു കമൻറ്റ് കൂടി നമ്മുടെ വീഡിയോൻ്റെ താഴെ ഇടുന്നവർക്കും കൂടി നമുക്ക് എത്ര തൈകൾ കൊടുക്കാൻ പറ്റും? 5 പേർക്ക് വിത്ത് കൊറിയർ കൊടുക്കല്ലേ? അപ്പോൾ നമ്മൾ ഏതാണ്ട് വീഡിയോ വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നമ്മളെ കമൻറ്റ് പിക്കർ വഴി നമ്മൾ വിജയെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേര്, സ്ഥലം, ഫോൺ നമ്പറും മെൻഷൻ ചെയ്തോട്ടെ. കാരണം എന്നാലേ നമുക്ക് അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്ന കാലപ്പടി ഇതിപ്പോൾ എത്ര വർഷം പഴക്കമുള്ള പ്ലാന്റ്? ഒരു അപ്രോക്സിമേറ്റ്ലി 40 years ഉണ്ടാവും. ഓക്കെ, ഇത് നോർമൽ കാലാപ്പടിയാണത്? ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. നമ്മൾ ഇതിനൊരു പേരിട്ട് R29. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു? ഞാൻ സ്പെഷ്യലാന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇത് തുടക്കകാലത്ത് വന്ന നല്ല ക്വാളിറ്റിയിൽപ്പെട്ട ഒരു കാലാപ്പാടിയാണ്. പിന്നീട് ഒരുപാട് വെറൈറ്റികളുണ്ട്, കായ്ക്കുന്നതും കായ്ക്കാത്തതും ടേസ്റ്റ് കുറവുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട്. ഇത് റിസൾട്ട് പക്കയാണ്. ഇത് റിസൾട്ട് എല്ലാ വർഷവും കായ്ക്കും. ഇപ്പോൾ ഈ വർഷം എല്ലാ ഫ്ലവറിലും, എല്ലാ കമ്പിലും ഫ്ലവറാണ്. ഓക്കെ, ഇതിപ്പോൾ October 1 ആണ്. ഇപ്പോഴും ഫ്ലവർ നിൽക്കുന്നുണ്ട്. ഫുൾ ഫ്ലവർ. ഇതാ ഇപ്പോൾ നമ്മൾ വെട്ടിയ കൊമ്പ്
കൊമ്പിൽ എല്ലാത്തിലും ഫ്ലവറാണ്. കണ്ടോ, ഇത് കാണുന്നതൊക്കെ ഫ്ലവറാണ്. അപ്പോൾ ഇത് നോർമലി കാലാപ്പാടി ഒരു ഡോർഫ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഹൈറ്റിൽ പോകുന്ന കാലാപ്പാടി ജയന്റ് മരങ്ങൾ കുറവാണ്, വളരെ കുറവേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര വലിയ പ്ലാന്റാണ് കൊടുക്കണം, അതും കൂടി ഒരു സംശയം ഉണ്ടാവുമല്ലോ. നമുക്ക് ജസ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്തൊരു 3 months ഉണ്ടാവും. ആ ഒരു ഓക്കെ. അപ്പോൾ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാം. ജസ്റ്റ് കമന്റ് നമ്മൾ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് ബാച്ചിലുള്ള ഒരു 5 പ്ലാന്റ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാം. നമ്മുടെ 2 ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. 29 വരെ വരുന്നുണ്ട്. 29 ബിറ്റ്സ് വരെ വരുന്നതാണ്. ഇത് കണ്ട, ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പ് വെട്ടിയെടുത്താണ്. അപ്പോൾ എല്ലാ ഷൂട്ടിലും ഇതിപ്പോൾ ടെർമിനൽ ബഡല്ല, കമ്പിൻ്റെ പകുതി വെച്ചിട്ട് അവിടെ നിന്ന് തലങ്ങും വിലങ്ങും ഷൂട്ട് വരിക, ഫ്ലവർ വരിക, പാനിക്കിൾസാണ്. അപ്പോൾ ഉണങ്ങിപ്പോയതാണ് 4 ദിവസം മുന്നേ വെട്ടിയിട്ടാണ്. അപ്പോൾ 1.5 വർഷം നന്നായിട്ട് കായ്ക്കും, ബഞ്ചായിട്ട് കായ്ക്കും. ആൾട്ടർനേറ്റ് ഇയർ ആവറേജ് ആയിട്ട് കായ്ക്കും. എല്ലാ വർഷവും കായ്ക്കും. റിസൾട്ട് ഷുവറാണ്, റിസൾട്ട്സ് പക്കാണ്. അതും നല്ല അടിപൊളി മധുരമാണ് കേട്ടോ. നമുക്ക് ഈ വർഷം ഒരു ടേസ്റ്റ് റിവ്യൂവിന് രഞ്ജിത്ത് കൂടെ നമുക്ക് ഷുവറായിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ റൂൾസ് ഒന്നും കൂടി പറയുകയാണ്. നമ്മുടെ 2 ചാനൽസിൻ്റെയും ഫോളോവേഴ്സ് ആയിരിക്കണം, ഒരു അടിപൊളി കമൻറ്റ് ചെയ്തിരിക്കണം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കമൻസിൽ ഇടേണ്ട കമൻസിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ് ഇതും കൂടി ഇടുക. 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് 5 പേർക്ക് നമ്മൾ 5 പ്ലാന്റുകൾ കാലാപ്പാടിയിൽ നമുക്ക് കൊടുക്കല്ലേ, കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ബാർ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ കണ്ടു. ഞാൻ അതിൻ്റെ റിസൾട്ട്സിലേക്ക് പോകാം. നമുക്ക് റിസൾട്ട് കാണിക്കാം. അതിൽ ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് നമുക്കൊരു വീഡിയോ കൂടെ, ഇനി എന്തെങ്കിലും സംശയം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് പോകാം. ഇത് നമ്മൾ മുന്നേ ബാർ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ചെറിയൊരു തെങ്ങിൻ്റെ വണ്ണം ഉള്ളതാണ്. ഇതാണ് റബ്ബർ കോട്ട്. ഓക്കെ ഓക്കെ. നമ്മൾ ഇത് ഗ്രാഫ്റ്റൊക്കെ പിടിച്ച് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചാൽ മതി റബ്ബർ കോട്ട്. കുറച്ച് കനത്തിലടിച്ചാൽ അത്യാവശ്യം 3-4 വർഷം ലാസ്റ്റ് ചെയ്യും. കൂടാതെ തന്നെ ഇതിൻ്റെ ഇവിടെ ഈ 4 കമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ, 5 ചെയ്ത് 4 പിടിച്ചു. അതിൻ്റെ ഈ കാലസ് ടിഷ്യൂ ഇത് വന്ന് ഇവിടെ ഒരു മുഴ പോലെ, പിന്നെ ഭാവിയിൽ മൂടി ക്ലിയർ ആയി പോകും അത്. ഓക്കെ, അപ്പോൾ ഈ 4 പിടിച്ചു. പെട്ടെന്ന് നമുക്ക് കുറച്ച് US വെറൈറ്റി കിട്ടി. അപ്പോൾ ആ പിടിച്ചതിൽ നമ്മൾ വിനീർ ചെയ്താണ് ഇതൊക്കെ. അതുകൊണ്ടോ അപ്പോൾ ഇതിന് കമ്പ് എടുത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് അപ്രോച്ച് ചെയ്തിട്ടാണ്, നമുക്ക് കമ്പ് കിട്ടുന്നില്ല. പിന്നെ ഇത് ഷൂട്ട് വന്നു കണ്ടോ, ഇവിടെ നമ്മൾ ബാർ ഗ്രാഫ്റ്റ് ചെയ്ത റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇത് സൈഡിൽ നിന്ന് കമ്പ് വന്നാണ്. കമ്പ് വന്നതിൽ നമുക്ക് അതിലും ഗ്രാഫ്റ്റ് ചെയ്യാം, അതിലും വേറെ ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു മെത്തേഡല്ല, നമുക്ക് ഏത് രീതിയിലും ഇതിൻ്റെ ടോപ്പ് വർക്കിംഗ് ചെയ്യാം. ഇതിൽ മാത്രമല്ല, ഇതിപ്പോൾ ചാമ്പയിൽ ചെയ്താണ്. ഇത് കണ്ടോ, ഇത് ഡൽഹേരി കഴിഞ്ഞു. ഇത് ഉമ്മർ ചാമ്പയുണ്ട്. അതിൻ്റെ കൂടാതെ അതിൻ്റെ വൈറ്റ് ചാമ്പ അതിൽ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് വേറെ മാവാണ്. ഇലകൾ പലതരം ഇലകളാണല്ലോ. ഇത് കാറ്റിമോൺ ഉണ്ട്, ഹോങ്സിയാങ് ഉണ്ട്, പ്രിയൂരുണ്ട്, കാലാപ്പാടിയുണ്ട്, പിന്നെ കുറച്ച് നാടൻ വെറൈറ്റികൾ പലതുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഒരുവിധമൊക്കെ മൾട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ഥലം കുറവുള്ളത് കൊണ്ടേ നമുക്ക് മാക്സിമം ചെയ്ത്. ഇപ്പോൾ ഇത് നമ്മുടെ ബബ്ലൂസ് നാരങ്ങയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ, ഇത് ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ പ്ലാൻ കെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ്. രഞ്ജിത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ബബ്ലൂസ് നാരങ്ങയിൽ ഇതിൽ നമ്മൾ ഓറഞ്ച് ചെയ്തിരുന്നു, മൊസംബി ചെയ്തിരുന്നു, ലെമൺ വെറൈറ്റികൾ ചെയ്തിരുന്നു, ബബ്ലൂസ് ചെയ്തിരുന്നു, പല വെറൈറ്റി. ഓൾമോസ്റ്റ് ഇതൊക്കെ പിടിച്ചത് അതുണ്ട്. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഉണങ്ങിപ്പോകുന്നത്. പാറിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ പിടിച്ചൊരു 1.5 വർഷത്തോളം നിന്നു. ഈ ഹോൾസ് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ഈ സ്റ്റെം ബോറർ വന്ന് കുത്തിപ്പോയതാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ല. പിന്നെ ബബ്ലൂസിൽ ഇത്രയധികം നല്ല രീതിയിൽ നമുക്കിതൊരു സെറ്റപ്പായി കിട്ടുന്ന ആദ്യമൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പം പലതരം ഇലകളും പലതരം കായകളും. ഇതിൽ ലെമണൊക്കെ കായ്ച്ചിരുന്നു. നമ്മുടെ പാകിസ്ഥാൻ ലെമൺ പെട്ടെന്ന് കായ്ക്കുമല്ലോ, കായ്ച്ചു. പിന്നെ ഇത് പോയതാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. മാവുകൾ ഇതുപോലെ കെയറിങ് മസ്റ്റാണ്. കെയറിങ് മാത്രം പോരാ, അത് പ്രോപ്പർ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാത്ത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു 2 to 3 months ശേഷം നമുക്കത് ഫുള്ളായിട്ട് ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ. അപ്പോൾ ഈ മാവ് ചെയ്തേക്കുന്നത് ബാർക്ക് ഫെയിലായാൽ പുതിയ കമ്പ് വന്നു, പുതിയ കമ്പ് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ റബ്ബർ കോട്ട് അടിച്ചപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടുപോയി. ആ ഗ്യാപ്പിലൂടെ നമ്മുടെ സ്റ്റംബോർ കയറിയാണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിനകത്തേക്ക് മരുന്ന് അടിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മളതിനെ എന്ത് ചെയ്യണം, ഈ റബ്ബർ കോട്ട്
വീണ്ടും അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ഉണ്ട്. ഇതെന്തായാലും ഒരു ഈസി മണി അല്ല. അപ്പോൾ കുറച്ച് നമ്മൾ കെയർ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മരം മൊത്തമായിട്ട് വെട്ടി കളയുക, ഒരു ഉപകാരമില്ലാത്ത മാവ് വെട്ടി കളയുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ മെനക്കെടെന്ന് പറഞ്ഞാൽ അത്ര മെനക്കെടൊന്നും ഇല്ല. ഇത് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇത് കട്ട് ചെയ്ത ആ ഒരു വിത്തിൻ 6 മന്ത് തന്നെ നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ചെയ്ത് വരികയാണെങ്കിൽ ഇതിന് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിത് ലേറ്റായി, ഇത് 2 വർഷത്തിന് ശേഷമാണ് ഈ റബ്ബർ കോട്ടൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡാമേജ് ഓൾറെഡി മരത്തിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ അതിലൊക്കെ കണ്ടു ഇപ്പോൾ തളിര് എല്ലാം മുറുകി എല്ലാം മൂത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ പലതരം കമ്പുകളാണ്. ഇതിലൊക്കെ 8-10 വെറൈറ്റികളാണ്. അപ്പോൾ ഇത് മാവ് മാത്രമല്ല, ലോങ്ങന് ചെയ്യാം. ലോങ്ങനൊക്കെ ഇപ്പോൾ നമുക്ക് ഇതൊരു ഡയമണ്ട് റിവർ വാങ്ങിച്ചാണ്. പേര ചെയ്യാം. ഇത് കണ്ടോ, പേരയിൽ പിടിച്ചു വരുന്നുണ്ടോ? പേര അവിടെ ഒന്നിൽ തന്നെ കായ്ക്കാത്തതിൽ ഒത്തിരി വെറൈറ്റി ചെയ്ത് പിടിച്ചിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇത് ലോങ്ങൻ, ഇത് നമ്മളെ ബ്ലാക്ക് ലീഫ് എന്ന് പറയപ്പെടുന്ന അതിനം ഉണ്ടല്ലോ, ഇത് നമ്മളെ 4 സീസൺ. ഇത് ഡയമണ്ട് റിവറിൻ്റെ കമ്പ്, അതിൽ ഇനി മാറ്റി ചെയ്യണം. ഇത് നമ്മുടെ വൈറ്റാണ്. ഇതിപ്പോൾ ഡ്രമ്മിൽ അങ്ങനെ കെയർ ചെയ്യാതെ വളം കൊടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഒന്ന് മാറ്റി നിലത്തേക്ക് വെച്ചാലോ അല്ലെങ്കിൽ വളമൊക്കെ ഒന്ന് കൊടുത്താൽ ഇത് നല്ല രീതിയിൽ വരും. ഇത് നമ്മുടെ തന്നെ കാലാപ്പാടിയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പല ഇനങ്ങളും ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണല്ലോ ആളുകൾക്ക് കാണാം. ഇപ്പം ഇതുണ്ടാവുമോ കായ്ക്കുമോ. ഈ കാറ്റിമോൺ കഴിഞ്ഞ വർഷം കായ്ച്ചതാണ്. അപ്പോൾ ഈ വർഷം ഇത് കഴിഞ്ഞിപ്പോൾ ഇതിനെ ഒന്ന് കായ്പ്പിക്കണം. ഇവരൊക്കെ ഇപ്പോൾ ഒക്ടോബറിലായുള്ളൂ. അപ്പോൾ ഈ ഷൂട്ട് വന്ന് ഇതൊരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും മൂക്കും. ആ ഒരു സമയമാകുമ്പോഴേക്കും ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ഇതിനെ കായ്പ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആളുകൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി മാറി കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാവിൻ്റെ ഹൈറ്റ് കുറഞ്ഞു, നമുക്ക് കയ്യെത്തും ദൂരത്തായി. ഇനി ഒരു 3-4 വർഷമായാൽ തന്നെ ഇതിനൊരു പരിധിയുണ്ട്. നമുക്കും ഒന്ന് കയറി ചെറിയ ഏണിയൊക്കെ വെച്ച് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് നമ്മളെ ഈ റെഡ് സ്ട്രോബെറി കായപിടുത്തം കുറവാണ്. ഇതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടി അടുത്തൊരു ഇനാക്കി മാറ്റാം. അപ്പോൾ ഇതിൽ ഏറ്റവും രസം നമ്മൾ ബബ്ലൂസ് ഓറഞ്ചിൻ്റെ ഒക്കെ തൈകളൊക്കെ വീട്ടിലുള്ളവർക്ക് അതിൽ ലെമൺ ചെയ്യാം, ബബ്ലൂസ് ചെയ്യാം, മുസമ്പി ചെയ്യാം, നാരങ്ങ ചെയ്യാം. അതിൽ വ്യത്യസ്ത വെറൈറ്റികൾ ചെയ്യാം. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷനാണ്. ഭയങ്കര ഓപ്ഷൻ. അത് ബബിൾസ് ഒരുവിധം പഴയ വീടുകളിലൊക്കെ അധികം ഉണ്ടാവുന്ന ഒരു സാധനം കൂടിയാണ്. അതെ. പിന്നെ അത് കൂടാതെ ഇതിൽ തുടക്കത്തിലൊക്കെ ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ യൂട്യൂബിലും ഒരു സ്ഥലത്തും നമുക്ക് ഇതിൻ്റെ കെയർ കാര്യങ്ങൾ ഇതിൻ്റെ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് ആരും കംപ്ലീറ്റ്ലി ഒരു ഇൻഫർമേഷൻ ആരും റിവീൽ ചെയ്യുന്നില്ല. അവിടെ ആയിരുന്നു ഇതിൻ്റെ ഒരു ചാലഞ്ച്. പിന്നെ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് വന്ന് അങ്ങനെ പഠിച്ചെടുത്താണ്. പിന്നെ അത് 4 ആൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആവട്ടെ എന്നുകൂടെ കരുതി. അപ്പോൾ എത്രത്തോളം ഈ വീഡിയോ ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ആളുകൾ അതിൻ്റെ കമൻറ്റുകൾ ചെയ്യുക. എന്തെങ്കിലും വീഡിയോൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നികത്തിയിട്ട് മുന്നോട്ട് പോകാം. പിന്നെ അത്യാവശ്യക്കാർക്ക് ചെയ്യാണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കാം. പക്ഷേ പെട്ടെന്നൊന്നും എന്തായാലും വന്ന് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വളരെ കുറച്ച് ആളുകളെ ഈ ഒരു ഇത് ചെയ്യുന്നുള്ളൂ. അതാണ്. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അതിൽ ഫോളോ അപ്പ് വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഒരു 25 വർഷമൊക്കെ ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. പുള്ളി ഹെവി വളരെ നോളജുള്ള വ്യക്തിയാണ്. ഒരു വർഷം 4 ലക്ഷം 5 ലക്ഷം തയ്യൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്ക് ഈ ബാർ ഗ്രാഫ്റ്റ് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വളരെ അത്ഭുതമായി. നമുക്കറിയുന്ന കാര്യം പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു, പുള്ളി ഒരുപാട് കാര്യം നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കരുതും പോലെ എല്ലാവരും ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു മാർക്കറ്റിൽ ചെയ്യുന്ന ആളുകളൊരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ചെയ്യട്ടെ, എല്ലാവരിലേക്ക് എത്തട്ടെ. അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെട്ടി നശിപ്പിക്കുന്ന മാവുകളൊക്കെ അല്ലെങ്കിൽ മറ്റ് ഇനങ്ങൾ മാവൊന്നും മാത്രമല്ല കേട്ടോ, നമ്മളെ വായിൽ ഈ മാവിനോടുള്ള പ്രണയം കാരണം ഇങ്ങനെ വന്നു പോകും. എന്തും ചെയ്യും. എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകളും ഒരുവിധം. പ്ലാവ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ലോങ്ങൻ ചെയ്തിട്ടുണ്ട്, റംബുട്ടാൻ ചെയ്തിട്ടുണ്ട്. എന്തും നമുക്ക് ചെയ്തെടുക്കാം. ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇവിടെ ഇങ്ങനെ വൈൻഡിങ് അപ്പ് ചെയ്യല്ലേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ.